നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വിശാൽ സാറിനെ ഒന്ന് വിളിക്കാം. ഹലോ വിശാൽ സാറേ. കിടന്ന് നിലവിളിക്കാതെ കാര്യം പറയും. ഞങ്ങളിവിടെ ഹോസ്പിറ്റലിനകത്തുണ്ട്. ഓക്കെ, യൂണിഫോമിലല്ലേ? ആ അതെ, വന്ന വഴിക്ക് വേഷം മാറ്റിയായിരുന്നു. ഗുഡ്. ജയനം? ഒപ്പമുണ്ട് സാർ. ധൈര്യമായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കയറിക്കോ. അവിടെ സെക്യൂരിറ്റി വിങ്ങിലൊക്കെ നമ്മുടെ ആൾക്കാരുണ്ട്. അവർക്ക് പക്ഷെ അകത്തു നിന്നുകൊണ്ട് ഒരു പണി നടക്കത്തില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് നിങ്ങളെ ഇറക്കിയത്. മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പൊ പിന്നെ ആശുപത്രിയുടെ അകത്തേക്ക് കയറിക്കോ. താറാക്കൂട്ടത്തിൽ 2 താറാവുകളായി നീന്തുക, ആർക്കും പിടികൊടുക്കാതെ. മനസ്സിലായി സാർ. ഡോക്ടർ നിരഞ്ജന്റെ അടുത്ത് അയാളുടെ ബന്ധുക്കളല്ലാതെ ആരൊക്കെ വന്നു പോകുന്നു, അവരുടെ ഐഡന്റിറ്റി, അവരുടെ മൂവ്മെന്റ്സ്, ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ചെയ്യാം സാർ. ശരി, ഗുഡ് ലക്ക്. എന്തെങ്കിലും കാരണവശാൽ പിടിക്കപ്പെട്ടാൽ പറയേണ്ട കഥ നിങ്ങൾക്കറിയാലോ. അറിയാം സാർ. ഞങ്ങൾ മോഷണത്തിന് വന്ന 2 പേര്. വെരി ഗുഡ്. ഓക്കെ. തലചുറ്റി വീണെന്നോ ബോധം പോയെന്നൊക്കെ കേട്ടു. അതൊന്നും ആയിരിക്കത്തില്ല. ജയിലിന്റെ അകത്ത് കിടന്ന് തടവി ഗാർഡുമാരുടെ അടുത്ത് ഷോ കാണിച്ചു കാണും. അവന്മാരെ എടുത്തിട്ട് പെരുക്കിയും കാണും. അതാണ് സത്യം. പോയി ഇവിടുന്ന് പടയെല്ലാം പന്തവും കൊളുത്തി പോയിരുന്നു. കുറച്ചു മുമ്പേ വന്നു. ഞാനൊന്നും ചോദിക്കാൻ പോയില്ല. ഞാൻ വിളിക്കാമേ. ആവലാതി കമ്മിറ്റി പാഞ്ഞു വന്നല്ലോ. അല്ലേ, എന്താണ് സാമ്പ്രാണിക്കൊടി ശങ്കരൻ ലൈറ്റും സൈറൻ നോക്കിയിട്ട് പാഞ്ഞു വന്നത്? ഞാൻ ജയശങ്കർ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. മരുമോൻ എന്തോ വയ്യായി എന്ന് കേട്ടു. വിവരം കായലും കിടന്ന് അവിടെ എത്തിയോ? മരുമോനെ ജനറൽ ആശുപത്രിയിൽ ഊർദ്ധൻ വലിച്ചു കിടക്കുക. ഇന്നോ നാളെയോ ഇന്നോ കാലനുമായി വടംവലി നടത്തിക്കൊണ്ടിരിക്കുക. മൂപ്പൻ ഒരു കാര്യം ചെയ്യും, പോയി നല്ല മൂവാണ്ടമാവ് കിട്ടൂന്ന് നോക്ക്. മരുമോനെ വച്ചിരിക്കണ്ടേ? നിർത്തുകൊണ്ടുമ്പോളെ അത്രക്കായോ? നിങ്ങളുടെ വീട്ടുമുറ്റത്താ നിൽക്കുന്നതെന്നൊന്നും ശങ്കരൻ നോക്കില്ല കേട്ടോ. ഞാൻ ആരാണെന്ന് തനിക്കറിയോടോ? അയ്യോ, കൂടുതലൊന്നും അറിയണ്ട. അഹങ്കാരം കണ്ടുപിടിച്ച ആളാണെന്നറിയാം. പക്ഷേ അത് സാമ്പ്രാണിക്കൊടി ശങ്കരന്റെ അടുത്ത് വേണ്ട. അയ്യോ ശങ്കരേട്ട്, എന്താ ഇവിടെ ഒരു ബഹളം? ആരോ ഒച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ടല്ലോ. എന്താ ശങ്കര പ്രശ്നം? കാഞ്ചന വല്ലതും പറഞ്ഞോ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. വഴിയെ പോയൊരു വള്ളം തുഴഞ്ഞ് കാഞ്ചനയുടെ നെഞ്ചത്തേക്ക് കയറിയതാ. മരുമോൻ ചാവാൻ കിടക്കുകയാണെന്നും നാട്ടിൽ പോയി മാവ് വെട്ടാനും പറഞ്ഞു. അത്രേ ഉള്ളൂ. നേരാണോടി? പറഞ്ഞു കാണും. പറഞ്ഞാലെന്താ, ഉള്ളതല്ലേ പറഞ്ഞത്. എന്തൊരു മഹാബാബ അപ്പച്ചി പറയുന്നേ. പരദൂഷണവും പാപവും അല്ലാതെ ഇവളുടെ ദുഷിച്ച നാവിൽ നിന്ന് വേറെ എന്തെങ്കിലും നീ കേട്ടിട്ടുണ്ടോ? ശങ്കരൻ വാ. സാറേ, മരുമോന് നിരഞ്ജനൊന്നുമില്ല ശങ്കര, വെറുതെ ഒരു തലചുറ്റൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ ധൈര്യമായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. മുത്തപ്പൻ കാത്തു. ഇപ്പോഴാ എനിക്ക് സമാധാനമായത് പെങ്ങൾ. ശങ്കരൻ വാ, നമുക്ക് അകത്തിരിക്കാം. എന്നാ മുട്ടം വീട്.
വക്കീൽ സാറിന് വാദിച്ചപ്പോൾ നല്ല കാശ് കിട്ടുന്നുണ്ട്. പഠിച്ചൊരു വക്കീലായാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ അത് വേണ്ട, കള്ളനാവുന്നത് തന്നെയാണ് നല്ലത്. കള്ളനുണ്ടെങ്കിലേ പോലീസുള്ളൂ, വക്കീലുള്ളൂ. അവർക്ക് വലിയ വീടുകളും ഉള്ളൂ. അവരല്ലേ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത്. ഓ, നല്ല മിനുവിനാന്നിരിക്കുന്ന മുറ്റം. ഓ, കണ്ടിട്ട് കൊതിയാവണം. നമ്മുടെ റോഡൊക്കെ ഇങ്ങനെയാവണം. മുറ്റത്തെന്താ മോട്ടോർ സൈക്കിൾ എത്തിയോ? ഹലോ, ആരാ? പപ്പൻ. ഏത് പപ്പൻ? എന്തിനാ വന്നത്? സിദ്ധാർത്ഥ സാറിനെ കാണാൻ. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ലേ കണ്ണാടി ചേട്ടാ? പപ്പൻ. ഇൻ. പേര് പറഞ്ഞാൽ അറിയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നും അല്ലല്ലോ. ആ, എന്തിനാ സിദ്ധുവിനെ കാണുന്നത്? സിദ്ധാർത്ഥൻ സാർ എന്റെ ഒരു കക്ഷിയാ. ഓ അല്ല, ഞാൻ സാറിന്റെ ഒരു കക്ഷിയാ. ആ, അങ്ങനെ. ആരാരും കൈത്? അച്ഛാ, ഇത് കുഞ്ഞളിയന്റെ കക്ഷിയാണ്. നമസ്കാരം. സിദ്ധു, സിദ്ധു, നിന്റെ ഏതോ കക്ഷിയാണെന്ന്. സാറേ, ഞാൻ പപ്പൻ, പരുന്ത് പപ്പൻ. അച്ഛാ, ഇതിന്റെ ഒരു പഴയ ക്ലയന്റാ പപ്പൻ. ഒത്തിരി പഴയ ക്ലയന്റാ. കുറച്ചു കാലമായി കണ്ടിട്ട്, അതാ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവാത്തത്. അന്നേ എനിക്ക് താടിയില്ലായിരുന്നു. ഷാറൂഖ് ഖാനെ പോലെ ക്ലീൻ ഷേവ് ആയിരുന്നു. ഷാരൂഖ് ഖാൻ തന്നെ വേണോ? അത് ഇത്തിരി കൂടുതലല്ലേ? എന്നാ പോട്ട്, റിയാസ് ഖാൻ. നിരഞ്ജൻ സാറാ അഡ്രസ്സ് പറഞ്ഞു തന്നത്. ഇനി എന്ത് ചെയ്യണമെങ്കിലും സിദ്ധാർത്ഥൻ സാറിനോട് ആലോചിച്ചിട്ടേ ചെയ്യാവൂന്ന് പറഞ്ഞു. എന്ത് വേണമെന്ന് ഞാൻ കുറിച്ച് തരാം. പരുന്ത് അത് നിരഞ്ജൻ സാറിനൊന്ന് എത്തിച്ചാൽ മതി. കുറിപ്പടി ഞാൻ എത്തിച്ചോളാം സാർ. സൂക്ഷിച്ചു വേണം. പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും പരുന്ത്. ജയിലിൽ നിന്നും ഇറങ്ങിയതില്ലേ ഉള്ളൂ. എനിക്കറിയാം സാറേ, എൻ്റെ ആദ്യത്തെ ഒളിമ്പിക്സ് ഒന്നും അല്ലല്ലോ ഇത്. അവരോ വരുന്നുണ്ട്. അതിന്റെ ചേച്ചി അനിയത്തിയ. അവരമ്പലത്തിൽ പോയതാ. അവരെന്താ ഇങ്ങനെ നോക്കുന്നത്? എന്നാ പിന്നെ പരുന്ത് വയ്ക്കോ. എന്റെ നമ്പർ അറിയാമല്ലോ. വൈകുന്നേരം വിളിക്ക്. നാളെ എവിടെ വെച്ച് കാണാമെന്ന് ഞാൻ പറയാം. ഏതാടി സില്ലു പുതിയൊരു അവതാരം? ചേച്ചി വേറെ അമ്പലത്തിൽ തൊഴാൻ പോയതാണ്? അല്ല, അമ്പലത്തിൽ നിസ്കരിക്കാൻ പോയതാ. അടിപൊളി. എന്താടാ നീ അവിടെ തിരയുന്നത്? ഓ അതോ, ചേച്ചി എന്റെ ഒരു ലോ ബുക്ക് കാണാനില്ല. നിന്റെ ലോ ബുക്ക് നിന്റെ മുറിയിലല്ലേ കാണൂ, അതെങ്ങനെ ഇവിടെ കാണുന്നത്? കുന്തം പോയ കുടത്തിലും തപ്പണമെന്നല്ലേ പറയുന്നത്. ആരുടെ കുന്തമാപ്രേമേ കാണാതെ പോയത്? ലുട്ടാപ്പിയുടെ. എന്താ നിങ്ങൾ കണ്ടായിരുന്നോ? അയ്യോ ഇല്ല. അല്ല സിദ്ധുട്ടാ, ആരാ ഇപ്പൊ ഇവിടുന്ന് പോയത്? ആര്? എന്റെ പൊന്നു മോനെ സിദ്ധു, നീ പുസ്തകം തപ്പുന്നത് പോലെ ഞങ്ങളുടെ മുമ്പിൽ കിടന്ന് തപ്പി തടയൊന്നും വേണ്ട. ഇന്നിപ്പോ ഇവിടുന്ന് ഇറങ്ങി ഒരാൾ പോയില്ലേ ബൈക്കില്? അതാരാന്നാ ചോദിച്ചത്. അതെന്റെ ക്ലയന്റ്. അയാളുടെ മുഖം കാണുമ്പോ തന്നെ ഒരു കള്ള ലക്ഷണം ഫീൽ ചെയ്യും. അത് കള്ള ലക്ഷണമൊന്നും അല്ല, പാവം പരുന്ത്. പരുന്തോ? എന്നിട്ട് കൊക്കും ചിറകും ഒന്നും കണ്ടില്ലല്ലോ. എന്റെ ചേച്ചി, പരുന്തെന്ന് അവന്റെ വട്ടപ്പേരാ. യഥാർത്ഥ പേര് പപ്പൻ, പരുന്ത് പപ്പൻ. പരുന്ത് പപ്പനോ?
അയാൾ എന്തിനാ നിന്നെ കാണാൻ വന്നത്? ഈ പരുന്തേ എന്റെ ഒരു പഴയ ക്ലയന്റാ. ഇടയ്ക്ക് അവൻ ഗൾഫിലായിരുന്നു. നാട്ടിൽ വന്നപ്പോ എന്നെ വെറുതെ ഒന്ന് കാണാൻ വന്നതാ. എന്നിട്ട് എന്താടാ നീ വീട്ടിലോട്ട് വിളിച്ചിരുത്തി ഒരു ചായ പോലും കൊടുക്കാത്തത്? അത് പിന്നെ പപ്പന് തിരക്കുണ്ടായിരുന്നു ചേച്ചി. അത് മാത്രമല്ല ചായടൻ പ്രേമയോടെ ഇല്ലായിരുന്നല്ലോ. ആ അതെ. പടി. നീ അമ്പലത്തിൽ നിന്ന് വരാൻ താമസിച്ചപ്പോ ഞാനങ്ങ് ടെൻഷനായി പോയി പ്രേമേ. അതെന്താ എന്നെ അവിടെ അങ്ങ് പ്രതിഷ്ഠിച്ചെന്ന് കരുതിയോ? ഒരമ്പലത്തിൽ എന്തിനാ പ്രേമേ 2 യക്ഷി പ്രതിഷ്ഠ? ദേ മനുഷ്യ.